സുഹൃത്തുക്കളെ, 17 വർഷമായി സൗദി ജയിലിൽ വധശിക്ഷയ്ക്ക് കാത്തുകിടക്കുന്ന റഹീമിന് ഇന്നൊരു മോചനം കിട്ടിയിരിക്കുന്നു. അപ്പോൾ റഹീമിൻ്റെ വീട്ടിലേക്കാണ് ഞാനിന്ന് പോകുന്നത്. റഹീമിൻ്റെ ഉമ്മാനെ കണ്ടിട്ട് റഹീമിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാനും ഉമ്മാൻ്റെ സന്തോഷത്തിൽ നമ്മളും ഒരു പങ്കാളിയാകാൻ വേണ്ടിയിട്ടാണ് ഇനി അവിടെ എത്തിയിട്ടുള്ളത്. നമ്മളെ ഫറൂഖിലാണ്. അപ്പോൾ റഹീമിൻ്റെ തറവാട് വീടായി കാണുന്നത്. ഇപ്പോൾ റഹീമിൻ്റെ ജ്യേഷ്ഠ വീട്ടിലാണ്, പിന്നെ ഉമ്മയൊക്കെ റഹീമിൻ്റെ ജ്യേഷ്ഠ വീട്ടിലാണ് താമസം. അപ്പോൾ റഹീമിൻ്റെ ഉമ്മാനെ കണ്ടിട്ട് ആ ഉമ്മാൻ്റെ സന്തോഷം പങ്കിടാനും അവരെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 17 വർഷത്തിലപ്പുറമായി റഹീം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് റഹീമിൻ്റെ തറവാട് വീടാണിത്. ആ വീട്ടിൽ റഹീമിൻ്റെ ഉമ്മയും സന്തോഷമായിട്ട് കഴിഞ്ഞിരിക്കുമ്പോഴാണ് റഹീം ഗൾഫിൽ പോയി അവിടെ കഴിഞ്ഞ സമയത്താണ് എന്തോ ഒരു അബദ്ധത്താൽ ഈ കാര്യങ്ങളൊക്കെ നടന്നത്. എന്തായാലും ഇന്ന് റഹീം നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലം, അതുപോലെ തന്നെ ഒരുപാട് വ്യക്തികൾ റഹീമിനെ സഹായിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് 34 കോടി രൂപയോളം റഹീമിന് വേണ്ടി നമ്മുടെ നാട്ടുകാർ, അല്ലെങ്കിൽ ഈ കേരളക്കര, അതുപോലെ പിന്നെ വിദേശത്തുള്ളവർ, സൗദിയിലുള്ളവർ എല്ലാവരും കൂടി സ്വരൂപിച്ചിട്ട് ഇന്ന് റഹീമിന് ആ തുക അവിടെ ഏൽപ്പിച്ച് അത് അവരെ കൈപ്പറ്റി റഹീം ഇനി നാട്ടിലേക്ക് എത്തുക എന്നുള്ളൊരു സന്തോഷം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ റഹീമിൻ്റെ ഉമ്മാനൊന്ന് കാണാം, ഉമ്മാൻ്റെ സന്തോഷം നമുക്കൊന്ന് കണ്ടറിയാം. അപ്പോൾ എന്തായാലും നമ്മളെ നാട്ടുകാർ, അല്ലെങ്കിൽ നമ്മളെ പിന്നെ കേരളക്കര ആകെ എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. സുഹൃത്തുക്കളെ, ഞാനെന്നുള്ളത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് കോടമ്പോയ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. നിങ്ങൾക്കറിയാം, അവിടെ വന്നത് നമ്മളെ റഹീമിൻ്റെ വീട്ടിലാണ്. റഹീമിന് നിങ്ങൾക്കറിയാം, റഹീം 17 വർഷമായിട്ട് സൗദി ജയിലിൽ ഒരു വധശിക്ഷയ്ക്ക് കാത്തു കിടക്കുന്നൊരു വ്യക്തിയായിരുന്നു. ഇന്ന് റഹീമിൻ്റെ വീട്ടുകാരും റഹീമിൻ്റെ ഉമ്മയും വളരെയധികം സന്തോഷത്തിലാണ്. റഹീം ഉടനടി വീട്ടിലെത്തും എന്നാണ് അധികൃതർ പറഞ്ഞിട്ടുള്ളത്. അതിന് ബന്ധപ്പെട്ടവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഉമ്മാൻ്റെ വാക്കുകളും അത് തന്നെ നമ്മൾക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ഉമ്മ എന്തായാലും വളരെ സന്തോഷത്തിലാണ്. എന്നാലും ഉമ്മാൻ്റെ സന്തോഷം ഇനിയും വരണമെങ്കിൽ റഹീം ഉമ്മാൻ്റെ അടുത്തെത്തണം. അപ്പോൾ ഞാൻ ഇന്നിവിടെ റഹീമിൻ്റെ വീട്ടിലാണ് വന്നിട്ടുള്ളത്. ഉമ്മാനെ കണ്ട് ഉമ്മാനോട് കുറച്ച് വിശേഷങ്ങളൊക്കെ റഹീമിൻ്റെ ചോദിച്ച് ആ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് റഹീം ഉടനെ നാട്ടിലെത്തട്ടെ. റഹീം വന്നിട്ട് ആ സന്തോഷം നമുക്കും പങ്കെടുക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോട് റഹീമിന് ഉമ്മാനെ കണ്ട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് അത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാട്ടോ. മാ, അസ്സലാമു അലൈക്കും. മാ, അന്ന് സന്തോഷമൊക്കെ ഉണ്ടല്ലോ മുഖത്തൊക്കെ ഒന്ന്, അല്ലേ? എന്തായിപ്പം റഹീമിൻ്റെ കാര്യങ്ങളൊക്കെ? റഹീമിൻ്റെ കാര്യം ഒരു വിളിച്ച് കഴിച്ചിലായി എന്ന് പറഞ്ഞു. അവിടെ എത്തി കണ്ടു. ഇപ്പോൾ ഈ വന്ന് കണ്ടിട്ട് തലാൻ പറഞ്ഞാൽ വന്ന് കാണട്ടെ, കണ്ട് പറഞ്ഞാലല്ലേക്ക് സമാധാനമുള്ളൂ മക്കളെ. അതിന് വേറൊന്നുമില്ല. ഇപ്പോൾ റഹീം വിളിച്ചിരുന്നോ? ഇന്ന് വിളിച്ചു ഞാൻ എന്ത് പറഞ്ഞു ഉമ്മാനോട്? ബേജാറാകണ്ട, സമാധാനിക്കുക, ആരൊക്കെ പറഞ്ഞിട്ട് എന്നാ എത്രയും പെട്ടെന്ന് അവിടെ എത്തും. ഉമ്മാക്കിപ്പോൾ പിന്നെ റഹീം ഇപ്പോൾ ഇവിടെ നിന്ന് പോയിട്ട് 20-ാം വയസ്സിലോ 22-ാം വയസ്സിലൊക്കെ പോയിട്ടില്ലേ, അല്ലേ? അപ്പോൾ ഇത്രയും കാലത്തിനിടയ്ക്ക് ഉമ്മ കുറേ കണ്ണീര് ഒഴിക്കണേ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഒരു സന്തോഷ നിമിഷത്തിലേക്ക് വരികയാണ് ഉമ്മ. കാരണം വെച്ചാൽ എല്ലാവരും പ്രാർത്ഥന ഉണ്ട് ഉമ്മാക്ക്, അല്ലേ? അവരോടൊക്കെ ഉമ്മാക്ക് എന്താ പറയാല്ലേ? ഓരോടൊക്കെ നന്ദി പറയാൻ തന്നെ. ഓരൊക്കെ സഹായം കൊണ്ടല്ലേ ഞാനിവിടെ എത്തിയത്. എൻ്റെ കുട്ടിക്ക് പഠിക്കൽ ദായും പൈസയും കോലാല നാട് മുഴുവനും പുറനാട് മുഴുവനും സഹായിച്ചിട്ടല്ലേ. അതെ, പൈസ കൊണ്ട് സഹായിക്കാൻ കഴിയുന്നവർ പൈസ കൊണ്ട് സഹായിച്ചിട്ടുണ്ട്, ദ്വാ ചെയ്യുന്നവർ ദ്വാ ചെയ്തിട്ടുണ്ട്, അല്ലേ? അപ്പോൾ എല്ലാവരും ഒരു പ്രാർത്ഥനയുടെ ഫലമായിരിക്കും. അങ്ങനെയൊക്കെ കേട്ടു, അല്ല കഴിച്ചിലായിട്ടുണ്ട് അവർ, പിന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നാട്ടിലേക്ക് എത്തേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും പിന്നെ റഹീം വിളിക്കുമ്പോൾ നല്ല സന്തോഷമല്ലേ റഹീമില്ലേ, അല്ലേ? ഉമ്മാക്ക് എത്ര മക്കളല്ലേ? 6 ആളുണ്ട്, അല്ലേ? എങ്ങനെയൊക്കെയാണ് ആണും പെണ്ണും എങ്ങനെയൊക്കെ? മൂത്തത് 3 പെണ്ണ്, 3 ഇളയറ്റിങ്ങൾ, 3 ആൺകുട്ടികളും. ഈ ആൺകുട്ടികൾ ഇളയതാണോ റഹീം തന്നെ? രണ്ടാമത്തെ എൻ്റെ മൂത്ത ഒരാളുണ്ട്, പിന്നെ 3 പെണ്ണും. ശരി. അപ്പോൾ ഉമ്മാൻ്റെ തറവാട് ഇതിപ്പോൾ മോൻ്റെ വീടായിരിക്കും, അല്ലേ? അല്ലേ, തറവാട് അതിനാവും പോയത്. അപ്പോൾ എന്തായാലും പിന്നെ ഞാൻ ഉമ്മാനെ കൂടുതൽ ചോദിച്ചിട്ട് ഉമ്മാനെ വിഷമിപ്പിക്കണില്ല. എന്തായാലും ഉമ്മാൻ്റെ ഈ ഒരു മുഖത്തുള്ള പുഞ്ചിരി അത് കാണാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിന് കൂടുതൽ ഉഷാറാവട്ടെ. ഉമ്മാക്ക് റഹീം എത്രയും പെട്ടെന്ന് ഉമ്മാൻ്റെ അടുത്ത് അടുത്തട്ടെ. എൻ്റെ ഉമ്മയും റഹീമും ഒപ്പം ജീവിക്കട്ടെ. അത് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട് ഉമ്മ കണ്ടേലും. പിന്നെ ഇനിയിപ്പോൾ ഇന്നിപ്പോൾ രാവിലെ അല്ലേ വിളിച്ചത്, അല്ലേ? അപ്പോൾ റഹീമിൻ്റെ കാര്യങ്ങളൊക്കെ റഹീം പറഞ്ഞിട്ടില്ല, ഇങ്ങോട്ട് വരുന്ന കാര്യങ്ങളും ഒക്കെ പറഞ്ഞില്ലേ, അല്ലേ? ഇത്രയും കാലം അങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ, ഇപ്പോഴല്ലേ, അല്ലേ? വിളിക്കും, സലാം പറയുമ്പോൾ സലാം അടക്കാന്ന് എനിക്ക് കഴിയൂല. ഇനി എന്തിനാ നിങ്ങൾ വിഷമിക്കണേ? വിഷമില്ല, വിഷമം തീർത്തരട്ടെ. തീർന്നെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, 1,000 സലാം പറഞ്ഞില്ല, കണ്ണീര് കാണട്ടെ, കാട്ടി തരട്ടെ.
അതായത് റഹീമോട് വന്ന് നിങ്ങളോട് സലാം പറഞ്ഞ് നിങ്ങളെ കൺമുൻപിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് വരില്ലേ പൂർണ്ണ സന്തോഷമാവുള്ളൂ. അത് അങ്ങനെ തന്നെ ആവട്ടെ അമ്മ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വരട്ടെ കേട്ടോ. അസ്സലാമലൈക്കും. ഇക്കാൻ്റെ പേരെന്താ? എൻ്റെ പേര് നസീർ, റഹീമിൻ്റെ ജ്യേഷ്ഠനാണ്. തന്നെ എങ്ങനെയുണ്ട് ഇപ്പൊ ഒന്ന് എല്ലാവരുടെ മുഖത്തും ചെറിയൊരു പുഞ്ചിരിയൊക്കെ കാണുന്നുണ്ട്. ഇന്നലെ ഇപ്പോൾ അവസ്ഥ ഇന്നലെ കോടതി ഉണ്ടായിരുന്നു. കോടതിയിൽ വരെ വധശിക്ഷ റദ്ദ് ചെയ്തു. അതിൻ്റെ പേരിൽ ശരി വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാഷ് ഇവിടുന്ന് അയച്ചത് കോടതിയിലായിരുന്നു, അത് കുടുംബത്തിന് കൈമാറി. അപ്പം എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ടുണ്ട്. ഇനി അവിടുന്ന് റിലീസ് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോരാ. മാസത്തിനുള്ളിൽ എന്നൊക്കെ പറയുന്നത് എത്രയും പെട്ടെന്ന് ആവട്ടെ എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷ അല്ലേ? ഏകദേശം കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ആയിട്ടുണ്ട്. ഇനി കോടതിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന റിലീസ് ഓർഡർ കിട്ടുന്ന ഒരു ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണല്ലേ? കുറച്ച് ടൈം പിടിക്കും. പിന്നെ 2 രാജ്യങ്ങളല്ലേ, അവിടുത്തെ പറഞ്ഞാൽ കുറച്ച് ടൈം പിടിക്കും. ഇങ്ങനെ എല്ലാം ഡിലേ ആണ്. ശരി. ഈ റഹീം എത്ര വയസ്സിലാണ് ഇവിടുന്ന് അങ്ങോട്ട് പോയത്? അവന് 24 വയസ്സിലാണ്. ഇവിടെ ഡ്രൈവറായിരുന്നു. ഈ സമയത്ത് 24 വയസ്സിൽ ഡ്രൈവർ ജോലിക്ക് പോയതാണ്. അപ്പോൾ ഈ 28 ദിവസം ആകുമ്പോഴേക്കും തന്നെ അവന് ഉള്ളിലായി പോയിട്ടുണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞാലേ പോയത്? ഇല്ല, കല്യാണം കഴിഞ്ഞതിന് മുമ്പല്ലേ. ഇപ്പൊ റഹീമിന് ഏകദേശം 42 വയസ്സായിട്ടുണ്ടാവും അല്ലേ? അതെ, 42 വയസ്സല്ലേ. 17 വർഷം കഴിഞ്ഞില്ലേ? അല്ലേ? നിങ്ങൾ വീട്ടിൽ പാരൊക്കെയുണ്ട്? വീട്ടിൽ ഇപ്പോൾ നമ്മൾ 6 പേരാണ്. പെങ്ങന്മാർ കല്യാണം കഴിച്ചു. പിന്നെ നമ്മൾ 3 ആണുങ്ങളാണ്. പിന്നെ എൻ്റെ വീടാണിത്. ഉമ്മ എൻ്റെ അടുത്താണ്. അപ്പോൾ തറവാട് ആരില്ലാത്തതുകൊണ്ട് അവിടെ പൂട്ടിയിട്ടേക്കാണ്. തൊട്ടടുത്ത് തന്നെ തറവാട്. ഇപ്പം എന്തായാലും നിങ്ങളെല്ലാവരും സന്തോഷ നിമിഷത്തിലാണ്. അതെ അല്ലേ? എന്തായാലും പറഞ്ഞ ടൈമൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഒരു ആശങ്കയിലായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കോടതി വിധി വന്ന് റിലീസായി ആവുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. കാരണം വെച്ചാൽ നമ്മളിപ്പം ഏകദേശം ഈ കേരളം എന്നല്ല, മൊത്തത്തിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ വളരെയധികം അല്ലേ റഹീമിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലേ? അത്രയും വലിയൊരു എമൗണ്ട് നമുക്ക് എന്താ പറയുക, ഉറക്കത്തിൽ കൂടെ വിചാരിക്കാത്ത അത്രയും വലിയ എമൗണ്ട് പ്രതീക്ഷിച്ചിട്ടില്ല കിട്ടുമെന്നുള്ളത്. എല്ലാവരും ജനങ്ങൾ ഏറ്റെടുത്തു. എല്ലാ ആളുകളും ഏറ്റെടുത്തു. അത് ജനങ്ങളിലേക്ക് എത്തിച്ചു. കേരളക്കര ഒന്നായിട്ട് കേരളത്തിന്റെ പുറത്തും ലോകം ഏറ്റെടുത്തത് കൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയൊരു എമൗണ്ട് സ്വരൂപിക്കാൻ കഴിഞ്ഞത് അല്ലേ? നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആരും ഉറക്കത്തിൽ പോലും ചിന്തിക്കാത്തൊരു സംഖ്യയാണിത്. എത്ര കോടി? 34 കോടി. അത് എന്താ വെച്ചാൽ നമ്മൾ അത്ര കിട്ടുമ്പോൾ ഒരു പ്രതീക്ഷയില്ല. നല്ല ഇറങ്ങി കളിച്ച് പടച്ച ഏറ്റെടുത്തു. അതിനെ പടച്ചമ്മ സഹായിച്ചു അങ്ങനെ പറയാം. ആയിക്കോട്ടെ, ഏതായാലും സന്തോഷമുണ്ട്. നിങ്ങൾ സന്തോഷം നമ്മൾ പങ്കുചേരുകയാണ്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുക. എല്ലാവരും ദുആ ചെയ്യുക. എത്രയും പെട്ടെന്ന് എത്തട്ടെ എന്നുള്ള പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവരും പൈസ ഒന്ന് സഹായിച്ചു. എല്ലാവരും നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഇനി അവൻ എത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥന ഉണ്ടാവും.